ഇപ്പൊ എങ്ങനെയുണ്ട് ബിഗ് ബോസിന്റെ ഗെയിം? ബിഗ് ബോസിന്റെ ഗെയിമില് ഒന്നാമത് ആ പ്രമുഖമായ ഒരു നടനെ വെച്ച് നിങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു ഈ ഒരാഴ്ചയിൽ ബിഗ് ബോസിന്റെ ഒരു ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? അവരായിട്ടല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ പ്ലേയേഴ്സ് ആയാലും അഭിഷേകും സായിയൊക്കെ കയ്യൊപ്പിൽ കളിക്കുന്നെങ്കിൽ ജാസ്മിന്റെ ഈ ഒരു വീക്കിലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹോംലി അറ്റ്മോസ്ഫിയറിലിരുന്ന് കാണാൻ പറ്റുന്ന മുൻപൊക്കെ ഉണ്ടായിരുന്നു, മറ്റു ചാനലുകളിലൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്ന് മുതലേ അതിൻ്റെ ഒരു ടേസ്റ്റും രൂപവും ഇപ്പോൾ ബിഗ് ബോസിന്റെ ഈ ഒരു വീക്ക് എങ്ങനെ പോകുന്നതായിട്ടാ ഫീൽ ചെയ്യുന്നത്? ഈ വീക്ക് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ആണല്ലോ, അപ്പം ഞങ്ങൾക്ക് കാണാറുണ്ട്. ഈ വീക്ക് വലിയ കുഴപ്പമില്ലാതാണ് പോകുന്നത്. പിന്നെ ഒന്നും പറയാറായിട്ടില്ല, എല്ലാവരും ഒരുപോലെ കയറി വരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് വീക്കുകളൊക്കെ ആയിട്ട് അവിടെ എല്ലാവരും കണ്ടസ്റ്റൻസ് ഒക്കെ വീക്കായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു വീക്കിൽ കുറച്ചും കൂടെ ഫിസിക്കലായിട്ടുള്ള ഗെയിംസ് ഒക്കെ വന്നപ്പോൾ അവർ കുറച്ചും കൂടെ ഉഷാറാവുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീക്കുകളായിരുന്നു, ഇപ്പോൾ ഈ ഒരു വീക്കാണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ഈ വീക്ക് ടിക്കറ്റ് ഫിനാലെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഈ ഫൈനലിലേക്ക് എത്താനുള്ളൊരിത് കാരണം എല്ലാവരും നല്ല എനർജിയിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിഷേകൊക്കെയും ഇപ്പം നല്ല രീതിക്ക് മത്സരിച്ച് ഏറ്റവും ഫസ്റ്റ് തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് മത്സരിക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എങ്ങനെയുണ്ട് ബിഗ് ബോസിന്റെ ഗെയിം? ബിഗ് ബോസിന്റെ ഗെയിമില് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കാണാറുണ്ട്. ഞാൻ അതിനകത്ത് വലിയ താല്പര്യമില്ല. എനിക്ക് അതിനകത്ത് ഒരു എഗനസ്റ്റാ അതിന്റെ പല പ്രോഗ്രാം. എന്താ എന്തെങ്കിലും കാരണമുണ്ടോ? ഒന്നാമത് ആ പ്രമുഖമായ ഒരു നടനെ വെച്ച് നിങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊരു ക്യാൻവാസിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. അതത്ര പോരാ എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഇഷ്ടപ്പെടുന്നവർ ഓടികളുണ്ടാകാം, പക്ഷെ എനിക്കത് ആ പ്രോഗ്രാം ആദ്യം മുതൽ താല്പര്യമില്ല. അപ്പൊ ലാലേട്ടന്റെ ഹോസ്റ്റിംഗ് വർക്ക്ഔട്ട് ആവുന്നില്ല എന്നാണോ? എന്ന് ഞാൻ പറയുന്നില്ല. അതിനെ ആരാധിക്കുന്നവർ ഈ കാണുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ പലരും കാണാറുണ്ട്. അപ്പൊ എനിക്ക് അതിനോട് ആ പ്രോഗ്രാമിനോട് താല്പര്യമില്ല. അപ്പൊ കാണാറേ ഇല്ല. ഞാൻ അങ്ങനെ 1-2 തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് അതിനോടൊരു ഒട്ടും പ്രതിബദ്ധത തോന്നി. ഇപ്പൊ ഈ ഒരാഴ്ചയിൽ ബിഗ് ബോസിന്റെ ഒരു ഷോ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വീക്കില് മുമ്പത്തെ ആഴ്ചനേക്കാളും ബെറ്റർ ആയിരുന്നു തോന്നുന്നുണ്ടോ? മുമ്പത്തെ ആഴ്ചനെക്കാട്ടും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ പല ഇപ്പം അവരായിട്ടല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോ പ്ലേയേഴ്സ് ആയാലും അർജുൻ ആയാലും ജാസ്മിൻ ആയാലും അവരൊക്കെ ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് വീക്കായി തുടങ്ങി. അപ്പൊ ടിക്കറ്റ് ഫിനാലയിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നില്ല എന്നാണോ? അല്ല, അവരെ 100% എഫേർട്ട് ഇടുന്നില്ല. ഇതിനു മുമ്പത്തെ ആഴ്ചകളിലൊക്കെ അവർ അടിപൊളിയായിരുന്നു. ക്യാപ്റ്റൻസിക്ക് മത്സരിക്കുമ്പോഴൊക്കെ നല്ല എഫേർട്ട് ഇട്ട് കളിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ അത് ചെയ്യുന്നില്ല. ജിൻഡോയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് കുറച്ച് ഡൗൺ ആണെന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ്സ് വരുന്നത്. ജിൻഡോയുടെ പെർഫോമൻസ് കാണിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കൊടുക്കുന്നില്ല. അതിപ്പം ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഒരു ഗെയിം പ്ലാൻ ആയിരിക്കും തോന്നുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ജാസ്മിന് കപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫെയർ ആയിരിക്കില്ല എന്നാണോ പറയുന്നത്? ഇപ്പം നിലവിൽ കഴിഞ്ഞ വീക്ക് വരെ ജിൻഡോ ജാസ്മിൻ ആയിരുന്നു എല്ലാത്തിലും മുമ്പിൽ നിന്നോണ്ടിരുന്നത്. ഇപ്പം ഈ വീക്കിൽ മൊത്തത്തിൽ അത് മാറിയിട്ടുണ്ട്. ജിൻഡോ ജാസ്മിനൊക്കെ നല്ല രീതിയിൽ തഴയപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ജാസ്മിൻ ഈ ഫിസിക്കൽ ടാസ്കിൽ കമ്പാരിറ്റീവ്ലി പുള്ളിക്കാരി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ബോണസ് ഉള്ളതുകൊണ്ട് അതെ ബാക്കിയുള്ളവർ ബാക്കി എല്ലാ കണ്ടസ്റ്റന്റും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന പോലെയും തോന്നുന്നുണ്ട്. ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ. ശരിക്കും നോർമലി ഫിസിക്കൽ ഗെയിംസ് ഒക്കെ ജാസ്മിൻ നല്ല രീതിക്ക് കളിക്കുന്നതാണല്ലോ. ഇപ്പൊ നമുക്ക് ബോണസ് പോയിന്റിന്റെ ടാസ്ക് ഒക്കെ വന്നപ്പോൾ ജാസ്മിൻ ആയിരുന്നല്ലോ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പൊ ജാസ്മിൻ എന്ത് പറ്റിയതായിരിക്കും തോന്നുന്നു? ജാസ്മിൻ പറയുന്നത് കേട്ടു, ജാസ്മിന് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കേട്ടു. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കി ഒരുമിച്ച് നിന്ന് ഗ്രൂപ്പായിട്ട് വന്ന് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ഔട്ടാക്കാനും നോക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ സായിയും സിജോയും അഭിഷേകും ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നതായിട്ട് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫീൽ ചെയ്തിരുന്നു എപ്പിസോഡ് കാണുമ്പോൾ? ഇത് ലൈവിലുണ്ടായിരുന്നു. എപ്പിസോഡ് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അവർ മറ്റേ മുഖമുദ്ര എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഒക്കെ ചെയ്തപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് അഭിഷേകിന് പോയിന്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയില്ല? ഹോംലി അറ്റ്മോസ്ഫിയറിലിരുന്ന് കാണാൻ പറ്റുന്ന മുൻപൊക്കെ ഉണ്ടായിരുന്നു, മറ്റു ചാനലുകളിലൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അന്ന് മുതലേ അതിൻ്റെ ഒരു ടേസ്റ്റും രൂപവും
ഇത് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ. അപ്പം അത് കൊണ്ട് പല ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെയും വെച്ചിരുന്ന അവരുടെ ഒക്കെ പരിപാടിയിൽ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇപ്പം സൊസൈറ്റിക്ക് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും നമ്മുടെ ഒരു ഞങ്ങളുടെയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിലെ ആൾക്കാരെ നമുക്ക് പറയുകയല്ല. ഞങ്ങളുടെയൊക്കെ ഏജിലുള്ളവരോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരൊക്കെ ഒന്നും ഇതായിട്ടൊരു അഡ്ജസ്റ്റബിൾ അല്ല. ചിലവർ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ജാസ്മിൻ, അർജുൻ, സായി, സിജോ, ജിൻഡപ്പൻ അവരെല്ലാം സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ ശ്രീതൊക്കെ പിന്നെയും ബാക്കിലോട്ട് തന്നെ. ഇപ്പം ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അഭിഷേകാണല്ലോ. അപ്പൊ അഭിഷേക് അതിന് വേണ്ടിയിട്ട് വേർത്താണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡിസേർവിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ ടിക്കറ്റ് ഫിനാലെ കിട്ടാൻ? അഭിഷേക് ഡിസേർവിംഗ് ആണ്, ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ബാക്കിയുള്ളവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോയും ജാസ്മിനും ആയിരുന്നു കഴിഞ്ഞ വീക്ക് വരെ ബിഗ് ബോസ് സീസൺ 6ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീക്കിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. ഈ ഒരു ഗെയിംസ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർക്കൊരു സ്ഥാനം ഇല്ലാണ്ടായി പോകുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താ തോന്നുന്നത്? അതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അഭിഷേകും സായിയൊക്കെ കയ്യൊപ്പിൽ കളിക്കുന്നെങ്കിൽ ഒരു ഫെയർ ആയിട്ടാണ് കളിക്കുന്നത്. സിജോയുടെ ഗെയിമിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സിജോയുടെ ഗെയിം കുഴപ്പമില്ല. ആദ്യത്തെ വീക്കിനെങ്കിൽ ഇപ്പം ഡൗൺ ആണ്. ആ ഒരു ആക്സിഡന്റിന് ശേഷമാണോ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്? ഓക്കെ. ജാസ്മിൻ്റെ ഈ ഒരു വീക്കിലെ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോശമാണ്. ഇപ്പോൾ ടോപ്പ് 5ലേക്ക് ആരെയൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യും? ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാ? എനിക്ക് ജാസ്മിൻ തന്നെയാണ് ഫേവറേറ്റ്. ജാസ്മിൻ. കാരണം എന്താ? അവള് സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. എല്ലാ കാര്യം കറക്റ്റ് രീതിയിൽ വളച്ചൊടിക്കാണ്ട് പറയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. എന്റർടൈൻഡ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രസമാണ്. ഇപ്പൊ സംസാരിക്കുന്ന രീതിയും എക്സ്പ്രഷൻസ് ഒക്കെ നോക്കുമ്പോൾ നല്ല ബിഗ് ബോസ് ഒരു ഫൺ രീതിയിലാക്കാൻ പറ്റുന്ന ഒരാളാണ്. വിന്നർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയാ? വിന്നർ ജാസ്മിനായ കൊള്ളാവുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ഇപ്പൊ ഇത്രയും നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ, എന്നിട്ടും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താ? ജാസ്മിനെ ആദ്യം ഞങ്ങൾക്ക് അത്ര കാര്യമല്ലായിരുന്നു, ഗബ്രിയുടെ കൂടെ ഉള്ളപ്പോൾ അത്ര ഇഷ്ടമാണ്. പക്ഷേ ഗബ്രി പോയി കഴിഞ്ഞ പുള്ളിക്കാരൻ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സ്ട്രോങ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്തു. അപ്പം അതുകൊണ്ട് ജാസ്മിൻ ജയിച്ചാൽ കൊള്ളാവുന്നുണ്ട്. പബ്ലിക്കില് ഒരു നല്ല മെസ്സേജ് ഒന്നും വരുന്നില്ല, കൊടുക്കുന്നില്ല. ഒരു മോട്ടിവേഷനും ഉപകരിക്കുന്നൊന്നുമില്ല അതിനകത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം. സൊസൈറ്റിനെ ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തീർച്ചയായും ഒരു നല്ല ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മോശം രീതിയിൽ. പിന്നെ തീർച്ചയായും അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതിപ്പോൾ എൻ്റെ അഭിപ്രായമാകാം. അതിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണല്ലോ, പലരും പല രീതിയിലുള്ള. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അർജുൻ. റീസൺ ഉണ്ടോ? റീസൺ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ നിൽക്കണ്ടേന്ന് നന്നായിട്ട് അറിയാം. പിന്നെ അങ്ങനെ മോശമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഗെയിം ആണെങ്കിലും അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട്. കപ്പടിക്കും തോന്നാരാ? കപ്പ് അങ്ങനെ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളില്ല. അപ്പൊ അഭിഷേകും ജിൻഡോയും ജാസ്മിനും ഉറപ്പാണ്. അപ്പൊ ടോപ്പ് 3യിലും അവർ തന്നെ ആയിരിക്കുമോ? കപ്പ് കൊണ്ടുപോകാൻ പോകുന്ന ആരായിരിക്കും? ജിൻഡോ ആയിരിക്കും, ഉറപ്പാണ്. സിജോയ്ക്ക് ഓൾറെഡി അറിയാം ജാസ്മിൻ ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അപ്പം അതുകൊണ്ടായിരിക്കാം സിജോ ജാസ്മിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ സിജോയുടെ കൂടെ ഉള്ളവരും ഇപ്പം സായി ആണെങ്കിലും നന്ദനായാലും അവരൊക്കെ ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. അവരെല്ലാവരും ഒരുമിച്ച് ജാസ്മിനെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. കോംബോ കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് കുറച്ച് വഴക്ക് കാണുന്നുണ്ട്. അതൊക്കെ നാടകമാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇനി അങ്ങനെ കോംബോ അല്ലാന്ന് തെളിയിക്കാൻ പറ്റും. ഇപ്പം നന്ദന തന്നെ ഇപ്പൊ ശ്രീധുവിന്റെയും അർജുന്റെയും കാര്യത്തിൽ അവർ കോംബോ ഡ്രാമ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവര് 3 പേരാണ് ഇപ്പൊ മെയിൻ ആയിട്ട് അതിന്റെ ഉള്ളിൽ കോംബോ കളിക്കുന്ന പോലെ തോന്നുന്നത്. അപ്പൊ ഇനി അത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണോ എന്നും പറയാൻ പറ്റില്ല. ടോപ്പ് 5ലേക്ക് ആരൊക്കെ കയറുന്നു വിചാരിക്കുന്നുണ്ട്? ജാസ്മിൻ, ജിൻഡോ, സിജോ, അർജുൻ, പിന്നെ അഭിഷേക് ഇവരാണ് ഫീൽ ചെയ്യുന്നത്. സായി ഉണ്ടാവില്ല? സായി ചാൻസ് കുറവാണ്. ഓക്കെ. സായിയുടെ ഇപ്പോൾ ഒരു മൈൻഡ് ഗെയിമാണ് പൊക്കോണ്ടിരിക്കുന്നത്. സായി വിസിബിൾ ആയിട്ട് കളിക്കുന്നതിനേക്കാളും ഇൻവിസിബിൾ ആയിട്ട് നിന്നുകൊണ്ടിട്ട് ഭയങ്കരമായിട്ടൊരു മൈൻഡ് ഗെയിം പോകുന്നുണ്ട്. അതിലെന്താ തോന്നുന്നത്? സായിയുടെ ഗെയിം ഫെയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിപ്പോൾ അവരുടെ ഗെയിം അല്ലേ, നമുക്കത് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് പിന്നെ ഫാൻസ് എങ്ങനെയാ മാറുക ഒന്നും പറയാൻ പറ്റില്ല. ഓരോ ഗെയിം കളിക്കുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് ഇതാവുക. ഓക്കെ. ഈ വീക്കിൽ ആരാ ഔട്ടായി പോകുന്നു തോന്നുന്നത് ഇവിടെ ഉള്ളവരിൽ? നോറ പോകും തോന്നാൻ കാരണം? ഗെയിം കളിക്കുന്ന വീക്കാണെന്നാണോ?
ഓക്കെ. നോറ അല്ലാതെ ഒരാളും കൂടെ പോവാണെങ്കിൽ ശ്രീതു. അർജുൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? അർജുൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഗെയിം കളിക്കും. ആ, അപ്പോൾ അർജുൻ ശ്രീതു കോംബോനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? അത് കുറച്ച് വലുതാണ്. നല്ലതല്ലാന്ന് തോന്നുന്നു. ആർക്ക്? അർജുന് നല്ലതല്ലാന്നാണോ? അർജുനല്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഈ ഒരു വീക്കിനെ പറ്റിയിട്ട് പറയാനുണ്ടോ? ഇനിയിപ്പം അടുത്ത വീക്കിലേക്കുള്ള എന്തെങ്കിലും സജഷൻസോ ഇന്ന രീതിയിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് വല്ലതും എന്തെങ്കിലും തോന്നുന്നുണ്ടോ അടുത്ത വീക്ക്? ഇതേപോലത്തെ ഗെയിമൊക്കെ ആണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക അടിപൊളിയായിരിക്കും. ഗെയിംസ് തന്നെ ആണെങ്കിൽ ഇതേപോലത്തെ ഗെയിംസ്. ഓക്കെ ഓക്കെ. ലാലേട്ടൻ അവിടെ ഇപ്പോൾ ഒരു പക്ഷപാതം കാണിക്കുന്ന പോലെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. എന്താ തോന്നുന്നത്? അങ്ങനെ ഒന്നുമില്ല. ബിഗ് ബോസ് പക്ഷപാതം കാണിക്കുന്നുള്ള തോന്നുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? പോയിന്റിന്റെ ഗെയിം കാണിക്കുന്നുണ്ട്. 6 പോയിന്റ് ജിൻഡോയ്ക്ക് ഉണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് ബിഗ് ബോസ് കാണിക്കും. എപ്പിസോഡിൽ കണ്ടിട്ടില്ല. റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എപ്പിസോഡിൽ കണ്ടില്ല.